എന്തായി? മൂക്കില് കൈവച്ച് നോക്കിയ നീ? 3:30 കഴിഞ്ഞല്ലോ ചെറിയച്ചാ. രാത്രിയുടെ 2 കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും സമയം ബാക്കിയുണ്ട്. ഇതിപ്പോ നാട്ടുകാരുടെ മുമ്പില് നമ്മള് നാണം കെടുന്ന എനിക്ക് തോന്നുന്നേ. ഒന്നുകൂടെ ആലോചിച്ചിട്ടെടുത്ത് ചാടിയാ മതിയായിരുന്നു. ഒന്നും മിണ്ടായിരിക്കുന്ന പോലെ. എല്ലാം വളർന്നു വലുതായി. തിട്ടു മൂത്രം കൊണ്ട് അത്ര മോശപ്പെട്ട പണിയാ. ഇപ്പൊ ഒരുത്തൊരു കാര്യം സഹായം വേണ്ട. കള്ളം. തീരെ ദേശാഭിമാനി ഭാസ്കരമുള്ള എന്റെ അച്ഛൻ ഇതപ്പോ എന്റെ അച്ഛോ എന്റെ അച്ഛൻ പോയേ. എന്നെ ഇട്ടേച്ച് എന്താ അച്ഛല്ലേ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അച്ഛൻ മരിക്കാതെ പട്ടിയിലെ നീയൊക്കെ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ആര് പറഞ്ഞതാ എന്റെ അച്ഛൻ മരിക്കുമെന്ന്? ചെറിയച്ഛൻ എടാ മക്കളെ, അച്ഛൻ മരിക്കുമെന്ന് കബഡി പറഞ്ഞ ചവിട്ടി. താനിപ്പം മരിക്കുമെന്ന് എനിക്ക് കബഡി നോക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞേക്കോ. താൻ തന്റെ കാര്യം നോക്കിയാ മതി. അച്ഛന്റെ കാര്യം ഞങ്ങള് മക്കളെ നോക്കിക്കോളാം. ഞാൻ പിന്നെ മാനത്തുനിന്ന് പൊട്ടി വീണാടാ. ഭാസ്കരേട്ടന്റെ വീട്ടിൽ നിന്നാണല്ലോ ശബ്ദം. എടി മിനിമോളെ, എടി അപ്പുറത്തെ ഫൈറ്റ് നടക്കുന്നടി. മിനിമോളെ ഇറങ്ങി വാ. അവിടെ പറമ്പിൽ കൂടെ ഓടുന്നേ. നിൽക്കാണോ? സമയമായി പോയി നോക്ക. അച്ഛനെ പോയി നോക്ക. അച്ഛൻ പോയി. അല്ലാതെ കൂടുകയാണെങ്കിൽ ചന്തയിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ഡോക്ടറെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്ന് തന്നെ കൊടുത്താൽ മതി മതി. വലിവ് കൂടുതലാ, സാച്ചുറേഷൻ കുറവാണ്. അതുകൊണ്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ മേടിച്ച് വയ്ക്കേണ്ടി വരും. വേറെ പേടിക്കാനൊന്നുമില്ല. സഡേഷന്റെ മയക്കത്തില. ഇപ്പൊ ഉണർത്തണ്ട. കട തുറന്നാൽ ഉടനെ കോൺസെൻട്രേറ്റർ മേടിച്ച് ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാ ഞാൻ പിന്നെ പോട്ടെ. ഹായ് മാസ്ക്. ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാറ്റമൊന്നും വരുത്തണ്ട. ഇടയ്ക്ക് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ എന്തേലും ഡൗട്ട് വന്നാൽ ഇതിലെൻ്റെ നമ്പറുണ്ട്, വിളിച്ചാൽ മതി. ഇനിയൊന്നും പേടിക്കാനില്ല. അപ്പച്ചൻ സൂപ്പറായിക്കോളും. എന്നാ ഞാൻ പോട്ടെ. കുറച്ച് ദിവസത്തെ കാര്യത്തിന് ഇത്രയും വലിയ മെഷീൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? അതാ ഞാനും ആലോചിക്കുന്നു. ചേട്ടാ ബില്ല് നോക്കട്ടെ. 69,000 രൂപ. 69,000 രൂപ. ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ? അടുത്ത പ്രാവശ്യം ആകട്ടെ ചേട്ടാ.
ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചെടുക്കോ? ഇല്ല. ചേട്ടാ എൻ്റെ കൊട. ആ കൊട ഇങ്ങോട്ട് കൊടുക്ക. ആ അനിയൻ്റെ കൂടെ ആ എന്നെ കൂടെ ഇച്ചിരി അങ്ങോട്ട് ആക്കിയാൽ. ഓ ഇനി വരി. വാ. കാശ് കയ്യോടെ വാങ്ങിച്ചോണ്ടേ അനിയ. ആ പൈസയില് കുറച്ച് നീ തിരിച്ചിട്ടെങ്കിൽ ഈ മെഷീന്റെ കോയമ്പത്തൂരേക്ക് മനസ്സിലായി. ഏത് ബസ്? ബസ്സാണോ? മനസ്സിലായി. ചേട്ടാ ചേട്ടാ എന്തേലും വേണോ? പാവം വിശക്കുന്നുണ്ടെന്നാ തോന്നണേ. നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് പോയി ഇച്ചിരി കഞ്ഞിയും ചമ്മന്തി ഉണ്ടെങ്കിലും എടുക്ക്. ഇപ്പൊ കൊണ്ടുവരും. ആരെയാ ഇങ്ങനെ നോക്കുന്നേ? ഭീമേട്ടനെ ആയിരിക്കും അന്വേഷിക്കുന്നേ. ഓ അങ്ങനെയാകാൻ വഴിയില്ല. പിള്ളേർ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ചേട്ടൻ കിടപ്പിലായ പിന്നെ. നല്ല മക്കളാ. ഞങ്ങള് പുറത്തോട്ടിരിക്കുക. ചേട്ടൻ പേടിക്കണ്ട, ഒന്നും വരില്ല, എല്ലാം സുഖാവും. അപ്പൊ നമുക്ക് പുറത്തോട്ടിരിക്കാം. ചേട്ടൻ ഇത്തിരി ഓക്സിജൻ വലിച്ചോട്ടെ. നീ എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട. അവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞു, അതോട് കൊല്ലാൻ പറ്റുമോ എനിക്ക്? പിന്നെ ക്ഷമിക്കച്ച. മരിക്കും, പക്ഷേ അച്ഛൻ മരിക്കാതെ മോതിരം എടുക്കാൻ പറ്റ മുടിயாது. உங்க அப்பா செத்தா என்ன சாவலனா எனக்கு என்னடா? என் பிரச்சனை கிடையாது அதெல்லாம். அட்வான்ஸ் அனுப்பும்போது இதெல்லாம் என்கிட்ட சொல்லவே இல்லையே. ആമാ അണ്ണാച്ചി ഒരു 2 days ടൈം കൂടെ താ, അച്ഛൻ മരിക്കും. சரி எடுத்துக்கோ. ஆனா அட்வான்ஸ் வாங்கின அண்டையில இருந்து மோதிரம் என் கைக்கு வர்ற வரைக்கும் வட்டி ஏறிக்கிட்டே போகும். புரிஞ்சுதா? പലിശയുടെ കാര്യമൊന്നും നേരത്തെ പറഞ്ഞില്ലേ? நீ தான் என்கிட்ட சொல்லவே இல்லையே உங்க அப்பா சாகணும்னு. சரி போன கட் பண்ணு. മരിച്ചില്ലെങ്കിൽ പലിശ കൊടുത്ത് മുടി. നിന്റെയൊക്കെ ഇരിപ്പുണ്ടാകത്ത് തോന്നുന്നു ഞാനാണ് കാലിടുന്നത്. ചെറിയച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അറിയിച്ച? മക്കളെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചേട്ടൻ മരിക്കേണ്ടത് എൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ചേലക്കരയിലൊരു അപ്പൂപ്പനുണ്ട്. ഇവിടെ ഒരു അച്ഛനെ കൊണ്ട് തന്നെ മടുത്തിരിക്കുകയാണ്. അപ്പാണ് ഇനി ഒരു അപ്പൂപ്പൻ. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ വെറും അപ്പൂപ്പനല്ല, ചാത്തൻ. ചാത്തനും കോത്തനും പോത്തനും എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ചെറിയച്ഛൻ പറ. മൂപ്പർക്കൊരു മുട്ടനാടിനെ കൊടുത്താൽ മതി. അപ്പൊ ആ മുട്ടനാടിന്റെ കാശ് കൂടി പോയി കിട്ടി. മുട്ടനാടില്ലെങ്കിൽ വേണ്ട, ഒരു ബ്രോയിലർ ചിക്കനെങ്കിലും താടാ മക്കളെ. ചെയ്ത് കാണിക്കണം. ചെറിയച്ഛ നടക്കൂ.